ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ദിവസം നിങ്ങളുടെ കറണ്ട് എനർജി സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ ചാലഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചാലഞ്ചസിനെ നേരിടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പോലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ വളരെയേറെ സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിക്കിട്ട്. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ആ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പുറത്ത്, അതായത് നിങ്ങൾ പുറത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് ഇന്നർ പീസിങ് ഇല്ല. ഓക്കെ, മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ്, ഓക്കെ, ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ ഒരു ഗ്രോത്ത് ഡെവലപ്പ് നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഫ്രസ്ട്രേഷൻ, സ്ട്രഗിൾസ്, ഇതിനെയെല്ലാം മറ്റുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള അബ്യൂസ് നേരിടേണ്ടിയും വരാം. അപ്പോൾ ഓരോ ചാലഞ്ചസിനെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലി ആവാതെ അതിനെ, ആ വെല്ലുവിളികളെ നിങ്ങൾ ലോജിക്കായിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് ആ ഒരു മൂമെൻറ്റ്സിലൂടെ തന്നെ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ കിട്ടും. നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു ഇമോഷൻസിനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാതെ മറ്റുള്ളവരുടെ രീതിയിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. എന്നിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറി വേറെ ഒരു ടീം വർക്കിലേക്ക് മാറുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അനുഭവിക്കുന്ന ചാലഞ്ചസ്, അത് കരിയർ സംബന്ധമായിക്കോട്ടെ, പിന്നെ മറ്റുള്ള അതേപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് മുഖേന ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നുവോ ആ വ്യക്തികൾക്കും കൂടിയിട്ടുള്ള ഒരു നിലപാട്, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നകന്ന് നിങ്ങൾ ലോജിക്കായിട്ട് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി നീതിയുക്തമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും നിങ്ങൾ മുൻപോട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾ പോകും, ഒരു ടീം വർക്കായിട്ട്. ഓക്കെ, ആ ഒരു ടീം വർക്കിലൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ